സോ ഗൈസ് ഇന്നാണെങ്കിൽ നമ്മുടെ റൈവൽസിൻ്റെ മീറ്റപ്പിലോട്ട് എനിക്കാണ് ഇൻവേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ ഒരു ടീമാണ് ഗൈസ് അത്. എന്തായാലും അവരാണെങ്കിൽ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഗൈസ് അവിടെ ആയിട്ടുള്ളൊരു സ്ഥലത്താണിത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വണ്ടികൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതൊരു വീഡിയോ ഉണ്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കും ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകാരും കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അങ്ങനെ ഗൈസ് ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടം വരെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഫ്രണ്ടോട്ട് പോകണം. അവിടെ ആയിട്ടാണ് ഗൈസ് അവരൊക്കെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ആയിട്ട് അവരുടെ വണ്ടികളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാനായിട്ട് കഴിഞ്ഞത്. ഏകദേശം നമ്മൾ അടുത്തെത്താറായി. ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഗൈസ് CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഒന്ന് പോയി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെല്ലാ കൂട്ടുകാരും എൻ്റെ വരെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്തുന്നില്ല, ഞാൻ കുറേയധികം സ്പീഡാക്കിയിട്ടും എത്തുന്നില്ല ഗൈസ്. അങ്ങനെ സ്പീഡാക്കി ഇവിടെ ഇടിച്ച് ഒരു 2 കറക്കം കറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന്. എന്തായാലും ഞാനാണെങ്കിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് മാപ്പിലായിട്ട് കാണാൻ പറ്റും ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എന്തായാലും നമുക്ക് അവർ അടുക്കി ചെന്നിട്ട് നോക്കാം അവരുടെ വണ്ടികൾ എങ്ങനെയൊക്കെയാണ്, അടിപൊളിയാണോ അതോ അല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം ഗൈസ്. എന്തായാലും നമ്മളാണെങ്കിൽ ലോക്കയുടെ ഒരു മീറ്റപ്പ് ചെയ്താണ്. ആ വീഡിയോ കാണാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ആ വീഡിയോ ചെന്നൊന്ന് കണ്ടു നോക്കാൻ നമ്മുടെ പേജിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും ഒരു ബ്രോ ആണെങ്കിൽ എൻ്റെ അടുക്കി വന്നിട്ട് ലവിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ വണ്ടികൾ ഇടക്ക് കൊണ്ടുപോയി ഇടുന്നില്ല. വണ്ടികൾ ഇടക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അലമ്പാവും. അത് കാരണം എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് പോവാണ്. എന്തായാലും ഗൈസ് ഇതിൻ്റെ അകത്തും എനിക്കൊരു ചെക്കനെ വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഏത് ചെക്കനാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് പോയി നോക്കാം വണ്ടികളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും വണ്ടി ഞാൻ ലോക്ക് ചെയ്താണ്. പിന്നെ ഞാൻ വിചാരിച്ചു ലോക്ക് ചെയ്യേണ്ട, അവർ ഓടിക്കാൻ എടുക്കണേ എടുത്തോട്ടെ ഗൈസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നൈസിന് നേരെ നമ്മുടെ വണ്ടികൾ അടുക്കയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഫുള്ള് കളറാണ് ഗൈസ്. നിങ്ങൾക്ക് ഒരു വൈറ്റ് ബസ് കാണാം. അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമ്മുടെ റൈവൽസിൻ്റെ പാബ്ലോ എസ്കോബാർ ആണ്. എന്തായാലും ഗൈസ് കിടിലം പോലത്തെ ഒരു ചെക്കനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുറേശ്ശിയാണ് ഇവിടെ കിടപ്പുണ്ട്. ഒരു ഗ്രീൻ കളറാണ്. എന്തായാലും ഗൈസ് കൊള്ളാം, നല്ലൊരു കിടിലം പോലത്തെ വണ്ടി. അതുപോലെ തന്നെ വേറൊരു ബസ്സും ഗൈസ് ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് വായിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് വേറൊരു ഗോമസ് എന്ന് പറഞ്ഞൊരു ബസ് കിടപ്പുണ്ട്. എന്തായാലും ഈ വെറൈറ്റി നെയിംസ് ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് വേറൊരു ബസ് കൂടെ കിടപ്പുണ്ട്. റെഡ് കളറിലാണ് ഈ കളറൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പേര് മസൂഡ് എന്നാണ്. ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ റെഡ് കളറിൽ എന്തോ ഒരു ചെറിയ പേര് കൂടെ എഴുതിയിട്ടുണ്ട് ഗീസ്. അത് വായിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അല്ല ഗീസ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. റെക്കോർഡ് ചെയ്തൊക്കെ കഴിഞ്ഞാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ സൂം ചെയ്ത് നോക്കാനുള്ള പറ്റത്തില്ല. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നതിനൊക്കെ ഞാൻ വായിച്ച് നിങ്ങൾക്ക് ഈ പേര് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ മെയിനായിട്ടുള്ള റെഡ് കളറിൽ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ അതുപോലെ തന്നെ ഞാനാണെങ്കിൽ വിചാരിച്ചു ഇവിടെ നിന്ന് ഇനി പോകാം, ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ലെന്ന് വിചാരിച്ചു. കാരണം ഗീസ് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവരെ കൊണ്ട് ഒരു ട്രിപ്പ് പോകാൻ നോക്കിയിട്ട് അതിൻ്റെ മെയിൻ ലീഡർ ആണെങ്കിൽ പെട്ടെന്ന് ബാക്കായി പോവുകയുണ്ടായി. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഒരു ട്രിപ്പ് വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഈ ഇവരെ കൊണ്ട് നമുക്കൊരു ട്രിപ്പ് പോകണം. അതാണ് ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവരെല്ലാം പിടിച്ച് ഞാൻ ആദ്യമാണെങ്കിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിക്കണം. എന്നാൽ മാത്രം നമുക്ക് തംബ്നെയിലൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങൾ തംബ്നെയിൽ ഒരു സെക്ഷൻ കണ്ട ഫോട്ടോ ആണെങ്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയൊക്കെ എടുത്തതാണ്. എന്തായാലും ആ ഒരു പാർട്ട് ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. കാരണം വീഡിയോ വളരെയധികം ലെങ്തായി പോകും ഗീസ്. അത് കാരണം ഞാനാണെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഞാൻ പറഞ്ഞു ഗീസ് എന്തായാലും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ എന്നിട്ട് പിക്കൊക്കെ എടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് മടുപ്പാകുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗീസ്. എന്തായാലും കുറേ കൂട്ടുകാർക്കാണെങ്കിലും നമ്മൾ ഈ കീബോർഡ് വരുമ്പോഴത്തേക്കും അവർക്ക് വീഡിയോ അലമ്പായ പോലെ തോന്നും. അപ്പോഴത്തേക്കും ഗീസ് ഞാനാണെങ്കിൽ മെസ്സേജ് അവർക്ക് കാര്യം പറഞ്ഞാണ്. അങ്ങനെ അവരെ കൊണ്ട് ഞാൻ ഇവിടെ വെച്ചാണ് ഗീസ് അവരെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചത്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ബ്രോ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഗീസ് ഏതെങ്കിലും ഒരു ബസ് ബ്രോയ്ക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് നമ്മുടെ ഈ ഒരു ബസ്സാണ്. നമ്മുടെ പാബ്ലോ എസ്കോബാറിനെയാണ് ഞാനാണെങ്കിൽ ചൂസ് ചെയ്തത്. എന്തായാലും ഈ ഒരു ചെക്കനുമായിട്ടാണ് ഗീസ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാനായിട്ട് പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ആൾക്കാരെല്ലാം നമ്മുടെ ആ ഒരു ടീമിലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളായിരുന്നു. അവരെല്ലാം തന്നെ ഈ ബസ്സിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. വേറൊരു ബ്രോയാണ് ഓടിക്കുന്നത്. നമ്മളാണെങ്കിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും
നമ്മുടെ ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ഒരു മഞ്ഞ് വീഴുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഗീസ്. എനിക്കാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് റൂട്ട് അറിഞ്ഞുകൂടാ. ഈ ബ്രോ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പോവാണ്. ഇതിൻ്റെ ലുക്ക് നോക്കുക ഗീസ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും ബൈ വാസ്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബാക്കിൽ. അതുപോലെ തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എൻ്റെ ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബസ്സാണിത്. എന്നാലും നിങ്ങൾക്ക് ഏത് ബസ്സാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗീസ് ബാക്കിയുള്ള ബസ്സെല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ബസ്സും ഒന്നിനൊന്ന് മെച്ചമാണ് ഗീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബസ്സാണെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഗീസ് ഈ സൈഡിലായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കുക, ഉന്നാൽ മുടിയാതെ തമ്പി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗീസ് കിഡിലം പോലത്തെ ഒരു ബസ്സാണ്. എനിക്കാണെങ്കിൽ ഓടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓടിച്ചില്ല ഗീസ്. ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. വീഡിയോ എടുത്തു കഴിയുന്നവരെ നമുക്ക് ഇവരെ വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല ഗൈസ്. കാരണം കുറേയധികം നേരമാണ് ഇവർ വെയിറ്റ് ചെയ്ത്, കാരണം അവിടെ കുറേയധികം നേരം നിന്നു. പിന്നെ ഞാൻ പറയുന്ന പോലെ വേറൊരു സ്ഥലത്തേക്ക് പോയി പിക്കൊക്കെ എടുത്തു. അത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ട്രിപ്പ് വന്നു. അങ്ങനെ കുറേ അധികം ടൈം പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ടൈമിനും വിലയുണ്ട്. അത് കാരണം ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാനാണെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് ആയപ്പം ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ ബാക്കി നിങ്ങൾ കണ്ടു നോക്കുക, ഒരു രക്ഷയില്ല. കിടിലം പോലത്തെ ഒരു വൈബ് തന്നെയാണ് ഈ ഒരു ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ പല ആംഗിളിൽ നിന്നും ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മെയിനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഈ കിടിലം പോലത്തെ വണ്ടിയാണ്. ഇത് ഓടുമ്പോൾ തന്നെയുള്ള ഒരു ലുക്ക് നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചെക്കനാണ് നമ്മുടെ പാബ്ലോ എസ്കോബാർ. എന്തായാലും ഈ റൈവൽസിൻ്റെ പാബ്ലോ എസ്കോബാറുമായിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഈ എപ്പോഴെങ്കിലും അതൊക്കെ നടക്കുമായിരിക്കും. നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എത്താനായിട്ട് കുറച്ചധികം താമസമുണ്ട് ഗീസ്. കാരണം അത്യാവശ്യം ലോങ്ങിലാണ് സ്ഥലം. അത് കാരണം അവരെല്ലാം തന്നെ ബസ്സിലും ഇരിക്കുവാണ്. വേറൊരു ബ്രോയാണ് ഓടിക്കുന്നത്. സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാലും സെറ്റാകത്തില്ല. ഇപ്പം തന്നെ മേലോട്ടൊക്കെ കയറിപ്പോകുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ പയ്യാണ് ഓടിച്ചു പോകുന്നത്. കാരണം എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റുമല്ലോ. ഇത് ഓടുന്ന കാണാനും വളരെയധികം രസമാണ്. എത്ര കൂട്ടുകാർക്ക് ബസ്സിനോട് ഇഷ്ടമുണ്ടെന്ന് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ കാറിനോടാണ്. എനിക്ക് അതിൻ്റെ കാറിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ M5 ആണ് ഗീസ്. എങ്കിലും എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടിയാണ് എൻ്റെ ഭാവിയിൽ ഞാൻ ചിലപ്പോൾ അത് എടുക്കുമായിരിക്കാം. എനിക്കത് അറിഞ്ഞൂടാ. എന്തായാലും ഏകദേശം നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട്. ആ ബ്രോ ആണെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് ഓടിക്കുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് കണ്ടു നോക്കുക. ഈ കൊള്ളാമല്ലേ, നൈസാണ്. ഇടയ്ക്കാണെങ്കിൽ വണ്ടി സ്റ്റക്കായി പോകുന്നുണ്ട്. അതെൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. അങ്ങനെ ഈ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളാണെങ്കിൽ നേരെ ഹിമാലയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹിമാലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാപ്പാണ്. എന്തായാലും ഈ നമ്മളാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന ബ്രോയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ, ബ്രോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചിടിച്ചാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും പെട്ടെന്ന് പോകാനായിട്ട് നോക്കുന്ന ആയിരിക്കാം ഗൈസ്. ചിലപ്പോൾ അത് കാരണമായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ആ ബ്രോ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓടിച്ചു ഗൈസ്. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ തട്ടി. ഞാനാണെങ്കിൽ ഈ ഒരു ബസ് തന്നെ ഒരു 5-6 വട്ടം ഇടിച്ചിട്ടേനെ കൊണ്ടുവന്നപ്പോൾ. ആ ബ്രോ ആണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു വട്ടം എങ്ങാണ്ടേ ആ ബ്രോ കൊണ്ടുപോയി ഇടിച്ചുള്ളൂ. അപ്പോഴത്തേക്കും ബ്രോ ആണെങ്കിൽ പയ്യാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. നല്ല രസമല്ലേ ഗൈസ്, ഇങ്ങനെ മഞ്ഞത്തോടെ ഈ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു ബസ് മീറ്റ് ഇവിടെ വെച്ച് വെക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ബസ് ഗ്യാങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റൈഡി ആണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കിടപ്പുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ആ ബ്രോ ആണെങ്കിൽ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ ഒരു പുഴ കണക്കത്തെ ഒരു സാമാനം ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ മേലോട്ട് കയറുന്ന ഒരു ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചുറ്റി നമുക്ക് മേലോട്ട് കയറാനായിട്ട് പറ്റുമായിരിക്കും. ഒരു കോട്ട കണക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാമല്ലേ. ഇവിടെ ആയിട്ടാണ് കൊട്ടാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കറങ്ങി നമുക്ക് പോകണം. വഴിയുണ്ട്, ചെറിയ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ തന്നെ ബസ് ഓടിക്കാനായിട്ട് അത്യാവശ്യം നല്ല പാട് തന്നെയാണ്. ആ ബ്രോ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കാണെങ്കിൽ പല ആംഗിളിൽ നിന്നും വീഡിയോ എടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഞാൻ അത് കാരണമാണ് ബസ് ഓടിക്കാഞ്ഞത്. ഞാൻ ബസ് ഓടിക്കുവാണെങ്കിൽ ഫുള്ള് കോമഡി ആയനേയും. കാരണം ഞാനാണെങ്കിൽ പല വട്ടം ബസ് ഉരുട്ടിയിട്ടേനെ ഗൈസ്. എന്തായാലും നമ്മളാണെങ്കിൽ ഓടിച്ച് നേരെ ഇപ്പോൾ സ്ഥലം എത്താറായിട്ടുണ്ട്. ആ മരത്തിൻ്റെ അവിടെ വെച്ച് നല്ല രസമാണ് ഗൈസ്. ഈ ഒരു മരത്തിൻ്റെ താഴെ വന്നിട്ട് നിൽക്കാനും അതുപോലെ തന്നെ അവിടെ വെച്ച് പിക്കൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റൈവൽസിൽ അത്യാവശ്യം എല്ലാ മെമ്പേഴ്സും ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അടുക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് പ്ലേയേഴ്സിനെ ഞാൻ വിളിക്കാനായിട്ട് പറഞ്ഞതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, 10-20 പേരുണ്ടെങ്കിൽ നമുക്ക് അത്രയും പേരെ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അത് കാരണം ഞാൻ കുറച്ച് പേരെ വിളിച്ചുള്ളായിരുന്നു. അപ്പോഴത്തേക്കും റൈവൽസിൽ മെയിനായിട്ടുള്ള കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാവരെയും വിളിക്കാഞ്ഞത് വേറെ
വേറൊന്നും കൊണ്ടല്ല, നിങ്ങളോട് ദേഷ്യമുള്ളതുകൊണ്ടോ ഒന്നുമല്ല. അതിലും പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. കാരണം അധികം പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ലാഗടിക്കും. എനിക്കാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത് കാരണമാണ് ഗീസ് ഞാനാണെങ്കിൽ കുറച്ച് പേരെ വിളിച്ചത്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ല ഫ്രെയിമായിട്ട് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു പിക്ക് എടുക്കാമെന്ന്. കാരണം ഗീസ് ഇവിടുന്ന് നമ്മുടെ ഈ ചെക്കനെ കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓണർ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഓണർ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പോവാണ്. മെയിൻ ലീഡർ നിൽക്കുക അവിടെ പോയി നിൽക്കാനായിട്ട് പറയാനായിട്ട് പോവാണ്. അതിന് മുന്നേ ഗൈസ് ഇത് നല്ലൊരു ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അവർക്ക് പറയുവാണ് വണ്ടിയുടെ നേരെ നോക്കി നിൽക്കും, ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കാനായിട്ട് പറയാനായിട്ട് പോവാണ്. എന്തായാലും ഗൈസ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ലീഡറെ പിടിച്ച് നമുക്ക് ഫ്രണ്ടിൽ നിർത്തണം. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇടയ്ക്കായിട്ട് പ്ലാൻ തെറ്റി പോകുന്നുണ്ട്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കാണെങ്കിൽ കീബോർഡ് മലയാളത്തിലോട്ടായി പോകുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ലീഡർ പോയിട്ട് ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് ഞാൻ പറയാനായിട്ട് പോവാണ്. എന്നാൽ ഒരാൾ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. മൊത്തം 5 പേരേ ഉള്ളൂ. ഈ 5 പേരിൽ ഒരാൾ പോയാൽ വലിയ മടുപ്പ് കാണത്തില്ല. പക്ഷേ 2 പേരും അവിടെ പോയി നിൽക്കുവാണെങ്കിൽ അടപടലം മൂഞ്ച് നല്ലൊരു പിക്കായിരിക്കും. അത് അലമ്പാവും ഗെയ്സ്. ഇപ്പോഴത്തേക്കും 4 പേര് ഇവിടെ നിന്നിട്ട് ഒരാൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിൻ്റെ ഇടക്കാണെങ്കിൽ വേറൊരു മച്ചാൻ പറയുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഓണർ അവിടെ ചെന്ന് നിൽക്കാനായിട്ട് പറയാം. ആ ബ്രോവിനെ തള്ളിക്കളഞ്ഞാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതല്ല ഗീസ്, ആ ഒരു ഫ്രെയിം നഷ്ടപ്പെടാതിരിക്കാനാണ്. കാരണം അവിടെ 2 പേര് പോയി നിന്നിട്ട് ഞങ്ങൾ 3 പേര് അങ്ങോട്ട് നോക്കി നിൽക്കുവാണെങ്കിൽ വലിയ ഗുമ്മ കിട്ടത്തില്ല. അത് കാരണമാണ് ഞാൻ അവർക്ക് പറഞ്ഞത് ലീഡർ പോയി ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് ജസ്റ്റ് ഞാൻ മെസ്സേജിക്കുവാണ്. അപ്പോഴത്തേക്കും ഗെയ്സ് വണ്ടിയുടെ ലീഡറുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബസ് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ലീഡറും ഉണ്ട്. അപ്പോഴത്തേക്കും രണ്ടും ലീഡർ തന്നെയാണ്, വണ്ടിയുടെ ഓണറും ഉണ്ട്. അപ്പോൾ 2 പേരെ നമുക്ക് നിർത്താതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഫൈനലി അവർ 2 കൂടെ തന്നെയാണ് ഈ പോയി നിന്ന് നമ്മൾ പിക്കൊക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ട് തന്നെ അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.